വിജയ് ഇപ്പോൾ ഭൂരിപക്ഷം ഒപ്പിച്ചിട്ടുണ്ട്. 119 അദ്ദേഹം എത്തി. ആ കത്തുമായിട്ട് ഇപ്പോൾ 6 ഏക്കർ കാണാൻ പോവുകയാണ്. ഭൂരിപക്ഷമുണ്ട്. ഇത്തവണ അദ്ദേഹം തള്ളാൻ പറ്റില്ലായിരിക്കും, കാരണം നമ്പർ അദ്ദേഹം ഒപ്പിച്ചല്ലോ. പക്ഷേ ഈ ഒരു സഖ്യ സർക്കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് നമ്പർ വളരെ എഡ്ജിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കരമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടി വരും. കാരണം ഈ ചെറിയ കക്ഷികൾ പോലും അവരുടെ സമ്മർദ്ദം മാക്സിമത്തിലായിരിക്കും മുന്നോട്ട് വയ്ക്കുക. കാരണം ഇല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോവുകയും സർക്കാർ താഴെ വീഴുകയും ചെയ്യും. അപ്പോൾ ആ സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് മുന്നണി രാഷ്ട്രീയത്തിൽ തഴക്കവും വഴക്കവുമുള്ള നേതൃത്വം ഉണ്ടാവേണ്ടത് പ്രധാനമാണ്. അപ്പോൾ വിജയിയെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ ഒരു നേതൃത്വപരമായ മികവുള്ള ആളാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ട് ഈ സർക്കാരിനെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു DMKയും AIDMKയും പുറത്തു നിന്ന് ചില കളികൾ കളിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇതിന് ഭൂരിപക്ഷം ഒപ്പിക്കാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ സ്റ്റാലിൻ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് സർക്കാരിനെ നിരീക്ഷിക്കുകയാണ്, ഈ സർക്കാരിനെല്ലാം ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു, ഞങ്ങളുടെ സർക്കാരിൻ്റെ വികസനത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കണം എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സ്റ്റാലിൻ ഒരിക്കലും അങ്ങനെ ഈ സർക്കാർ വേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കില്ല. കാരണം വിജയ് ഇത്തവണ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹത്തിലാണ് തമിഴ്നാട് വോട്ട് ചെയ്തത്. ആ ആഗ്രഹത്തെ ഏതെങ്കിലും നിലയ്ക്ക് തള്ളിക്കളയുന്ന ഒരു തീരുമാനം DMK എടുത്താൽ DMK പിന്നെ തിരിച്ചു വരാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് ജനവിധിക്ക് വഴങ്ങി മാറി നിൽക്കുക, ആ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കുക, ആ സർക്കാരിനെ പെർഫോം ചെയ്യാൻ അനുവദിക്കുക. ഏത് നിലയ്ക്കായാലും മോശമായാൽ അതിൻ്റെ വിപത്ത് അവരനുഭവിക്കണം. DMKയും കണക്ക് കൂട്ടുന്നത് ഈ നേരത്തെ സികേഷ് പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ നാരോ എഡ്ജിലുള്ള ഈ സഖ്യ സർക്കാരിനെ കൊണ്ടു നടക്കാൻ അവർ പ്രയാസപ്പെടും. രണ്ടാമത്തെ കാര്യമാണ്, ഇപ്പം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം ശരിയാവണ്ണം നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. മൂന്നാമത്തേതാണ്, അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സിനോട് എന്തിനുമാത്രം നീതി കാണിക്കാൻ പറ്റുന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉള്ളൂ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പം സ്ത്രീകൾക്ക് 2500 രൂപ എല്ലാ മാസവും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹത്തിന് പട്ടുസാരിയും പൊന്നും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഫ്രീബീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെല്ലാം കൂടിയേണ്ട 60,000 കോടിയോളം രൂപ വേണം. അതിന് വേണ്ടത് പുതിയ റവന്യൂ സോഴ്സസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിലവിലുള്ള സാമ്പത്തിക പരിസ്ഥിതി വെച്ചിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പരിപാടികളൊന്നും. സോ അത് ഫുൾഫിൽ ചെയ്യാൻ എന്തുമാത്രം പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ സാമൂഹ്യനീതി ഈ സർക്കാർ ഉയർത്തിപ്പിടിച്ച വിജയ് ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നാണ്. അപ്പോൾ സാമൂഹ്യനീതി എന്ന് പറയുന്ന സംഗതി, സിനിമയിൽ സാമൂഹ്യനീതി നടപ്പിലാക്കുന്ന ക്ലൈമാക്സിലെ നായകനെയാണ് എല്ലാവർക്കും കണ്ടുപരിചയം. കഴിഞ്ഞ ഒരു കുറേ കാലത്തെ വിജയുടെ സിനിമയുടെ ഹിസ്റ്ററി എടുത്താൽ അദ്ദേഹം അങ്ങനെ പൊളിറ്റിക്കലി ഇമ്പാക്റ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സിനിമകൾ ഉണ്ടാക്കിയത്. ഗ്രാമങ്ങളുടെയും ദേശങ്ങളുടെയും ജനതകളുടെയും രക്ഷകനായി വരുന്ന വലിയ സംരക്ഷകനായിട്ടുള്ള നായകനായിട്ട് അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയത് തന്നെ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചിട്ടാണ്. അങ്ങനെ അദ്ദേഹം കൃത്യമായ സന്ദേശം, ഒപ്പം കറണ്ട് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വളരെ സെർട്ടിലായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിത്ത് പാകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായോഗികതയുടെ ഒരു സംഗതിയും കളത്തിലിറങ്ങി നിൽക്കുകയാണ്. അവിടെ ആ സാമൂഹ്യനീതി പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ എന്തുമാത്രം കഴിയും, പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ എന്തുമാത്രം കഴിയും എന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട്. ഒപ്പം ഈ പറയുന്ന സഖ്യ സർക്കാരിനെ ശരിയാവണ്ണം കൊണ്ടുപോകാൻ അദ്ദേഹം എന്തുമാത്രം പറ്റും, ഈ ക്വസ്റ്റനെ ആണ് അവർ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. അതിനെ മറികടക്കുകയും പ്രഖ്യാപിക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്ത സംഗതികളിലേക്ക് എത്താനും കഴിഞ്ഞാൽ യുവാക്കൾക്കിടയിലുള്ള ഗ്രിപ്പ് നിലനിർത്താൻ വിജയിക്ക് പറ്റും. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേണായിട്ട് ഞാൻ നോക്കിക്കാണുന്ന ഒന്ന്, ആവർത്തിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്, വിജയിയെ സംബന്ധിച്ച് വിജയുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് വിജയിച്ചു വന്നിട്ടുള്ള പല ആളുകളും ആരാണ് എന്നത് ഇപ്പോൾ DMK IT സെൽ ഓരോ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളെ അവർ ഡീകോഡ് ചെയ്യുകയാണ്. ഈ വിജയിച്ചു വന്നിരിക്കുന്ന ആൾ, വിജയുടെ ഏറ്റവും അടുത്ത സഹയാത്രികനായി നിൽക്കുന്ന ആൾ, RSS ഗണവേഷത്തിൽ നിൽക്കുന്ന പടം അവർ പ്രസിദ്ധീകരിക്കുന്നു. തിരുപ്പുറക്കുണ്ടത്തുനിന്ന് വിജയിച്ചിട്ടുള്ള ആൾ RSS പശ്ചാത്തലമുള്ള ആളാണ് എന്ന് അവർ എടുത്തു കാണിക്കുന്നു. അപ്പോൾ വിജയുടെ കഴിഞ്ഞ ദിവസം കണ്ടു, വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരു കക്ഷിയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അയാൾ പോലും ജയിച്ചു. ഈ ജയിച്ചു വന്ന ആളുകൾ ആരാണ്? അവർ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ, തമിഴ്നാടിൻ്റെ ദ്രവീഡിയൻ പൊളിറ്റിക്സിനെ, തമിഴ്നാടിൻ്റെ ബദൽ പൊളിറ്റിക്സിനെ ഉയർത്തി നിർത്താനും നിലനിർത്താനും എന്തുമാത്രം ശേഷിയുള്ളവരാണ് എന്ന ചോദ്യം അവിടെ ഉണ്ടെന്നാണ് ഞാൻ സീരിയസ്ലി ഇപ്പോഴും വിചാരിക്കുന്നത്. കാരണം വിജയ് ഉയർത്തിയിട്ടുള്ള എല്ലാ മുദ്രാവാക്യങ്ങൾക്കും ഈ തമിഴ്നാട്ടിൽ എന്തു പറഞ്ഞാലാണ് ഇപ്പോൾ നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചുറപ്പിച്ച ഒരു ഏജൻസി, ഒരു പ്രൊഫഷണൽ സംഘം ഉണ്ടാക്കിയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ മുദ്രാവാക്യങ്ങളെ പ്രയോഗതലത്തിൽ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് ആശയഭദ്രതയുള്ളൊരു സംഘടന ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും എനിക്കുള്ള സംശയമാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും പല സ്ഥലത്തും ജയിച്ച ആളുകൾക്ക് RSS പശ്ചാത്തലമുള്ളവരാണ്, ഗണവേഷം ധരിച്ച ആൾക്കാരെയൊക്കെ കാണുന്നു. അത് ചുമ്മാ ഒരു ഉദാഹരണം പറയാം. RSS പല സ്ഥലത്തേക്കും ഇൻവേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് ഒരു അമ്പലവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുരാണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ടോ അനാവശ്യമായിട്ട് എന്ത് ചെയ്യും? സംഘർഷങ്ങളുണ്ടാക്കും, തർക്കങ്ങളുണ്ടാക്കും. ആ തർക്കങ്ങളെ ചൊല്ലി ആ നാട്ടിലെ ആളുകൾക്കിടയിൽ കാലുഷ്യവും ഡിവൈഡ് ഉണ്ടാക്കും. അപ്പോൾ അതിനകത്ത് എന്താ വേണ്ടത്? ആ ലോക്കലിയുള്ള രാഷ്ട്രീയക്കാർ അവർ വളരെ കൃത്യമായ നിലപാടെടുക്കുക. ഇപ്പം നമുക്കറിയാലോ, ദീപം കൊടുത്തൽ വിവാദം ഓർമ്മയുണ്ട്. പൊസിഷൻ എടുക്കുക എന്നുള്ള പ്രധാനം. ഇപ്പോൾ TVKയുടെ നേരത്തെ ഞാൻ പറഞ്ഞപ്പം RSS പശ്ചാത്തലമുള്ള ഒരു MLA ആണ് ജയിച്ചത്. അയാൾക്ക് ഈ പറഞ്ഞ ഹിന്ദുത്വ ദേശീയതയോടും വലിയ വിപ്രതിപത്തിയൊന്നും ഇല്ലാന്ന് കരുതുക. ഇത്തരം സംഘപരിവാർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് ഇൻവേഷൻ്റെ മെത്തഡോളജി അതുവഴിയാണ്. അതിനകത്ത് അയാൾ എന്തായിരിക്കും എടുക്കുന്ന പൊസിഷൻ?
അതിനാണ് പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംഘടനാ ശരീരവും പ്രവർത്തകരും നേതാക്കളും ഉണ്ടാവുക. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി നിലനിർത്താൻ പ്രധാനമാണ്. അത് വിജയ് പൂർണ്ണതോതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഞാൻ വീണ്ടും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രസികർ മണ്ഡലം ഓർ ഫാൻസ് അസോസിയേഷൻ ദീർഘകാലമായി ഉണ്ടെങ്കിലും അതിൻ്റെ പ്രശ്നം ഇതാണ്. അത് ഈ പറയുന്ന വെൽഫെയർ പരിപാടികളിലാണുള്ളത്. അത് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുള്ള ഒന്നല്ല. സോ അതിനെയും കൂടി അതിജീവിച്ചുകൊണ്ട് ആ പാർട്ടി ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യത്തെയും രാഷ്ട്രീയ ആശയത്തെയും നമ്മളതിൻ്റെ പാട്ടിലും മുദ്രാവാക്യത്തിലും പ്രസംഗത്തിലും ഒക്കെ കേട്ടത് നിലനിർത്താൻ അതിന് കഴിയുകയും പ്രഖ്യാപിച്ച സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് സാമൂഹിക നീതി രാഷ്ട്രീയം നിലനിർത്താൻ കഴിയുകയും ചെയ്താൽ സ്റ്റാലിനെയും DMK സംബന്ധിച്ചൊരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കും. ഒരുപക്ഷെ അടുത്ത തവണ സ്റ്റാലിൻ 3ാം സ്ഥാനത്ത് പോകുമ്പോൾ ഒരു സാധ്യതയുണ്ട്, സ്റ്റാലിൻ്റെ പാർട്ടി. അല്ലെങ്കിൽ വിജയ് വളരെ വേഗം നിരാശപ്പെടുത്തുന്ന കാണാം. തമിഴിനെ സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ സ്വത്വത്തോട് വിജയ് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. വിജയുടെ പാർട്ടിക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ അത് വിജയ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു ദുർബലതയിലേക്ക് അല്ലെങ്കിൽ പരാജയത്തിലേക്കായിരിക്കും കൊണ്ടുപോകുക. അതുകൊണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തമിഴ്നാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാമായിരുന്നത്, അതിൻ്റെ ഗതി എങ്ങോട്ടാണെന്ന് നിശ്ചയിക്കുന്ന ഒന്നാണ്. വിജയ് അതിനെ എങ്ങോട്ടെങ്കിലും വലതുപാളത്തിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വിജയ്ക്ക് എന്തുമാത്രം അതിനകത്ത് ആ പ്രതിരോധത്തിൻ്റെ ഒരു വോൾ, ഒരു നമ്മൾ പറയില്ല, ഒരു മതിൽ പൂർണ്ണതോതിൽ നിലനിർത്താൻ കഴിയും. സംഘപരിവാർ ഇപ്പോഴും വളരെ ഹോപ്പ്ഫുള്ളായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇപ്പം പ്രകാശ് രാജൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കീ ആയി പറയുന്നത് ഈ എന്താണ് സ്റ്റാലിൻ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ നമ്മുടെ IT മന്ത്രി, ധനമന്ത്രി, ഇദ്ദേഹമൊക്കെ തോറ്റുപോയത് അവരൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്തുകൊണ്ട് പരാജയപ്പെട്ടു. ഈ താരാരാധനയാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല ഈ വോട്ട് ചെയ്തവർ. ഇതിൻ്റെ ഫലം ഒരുപക്ഷെ തമിഴ്നാട് അനുഭവിച്ചേക്കാം എന്നാണ് അദ്ദേഹം ഇന്ത്യ ടുഡേ കൊടുത്തുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നത്. സോ അതുകൊണ്ട് രാഷ്ട്രീയമായി നമ്മൾ തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയും ഞാൻ നോക്കുകയാണെന്ന് അത് RSS ഭരണകൂടത്തോട് എന്ത് കർശനമായ സമീപനം എടുക്കുന്നു. പക്ഷേ ഓഫ് കോഴ്സ് അവിടെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും, MLA മാരുടെ ധാർഷ്ട്യം, അഴിമതി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷേ RSSനോട് എടുക്കുന്ന ഒരു സമീപനം സൗത്തിൻ്റെ ഒരു നായകസ്ഥാനം എന്നതിൽ തമിഴ്നാടിന് പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അതാണ് ഈ 5 വർഷം നമ്മൾ കണ്ടത്. അത് വീക്കാവുന്നു. എൻ്റെ ചോദ്യം അത് RSSനോട് ഫൈറ്റ് ചെയ്യുന്നതിൽ വളരെ അഗ്രസീവായ സമീപനം എടുക്കുന്നു. സ്റ്റാലിൻ പറയുകയാണ്, നിങ്ങൾ തമിഴ്നാടിനെ അവഗണിക്കുന്ന നിങ്ങളുടെ മണ്ഡല പുനർനിർണ്ണയം നടക്കില്ല ഇന്ത്യയിൽ എന്ന് പറയുന്നു. ആ വിഷയത്തിൽ വിജയ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടില്ല. കാരണം വിജയ്ക്ക് അവിടെ പ്രോംപ്റ്റ് ഇല്ല, സ്ഥാനം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറ്റുനോക്കുന്നത് RSSനെ എതിർക്കുന്ന തമിഴകം എന്ന് പറയുന്ന ഒരു സമവാക്യം എന്തുമാത്രം ശക്തമായി നിലനിൽക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ നോക്കുന്നൊരു കാര്യം. ബാക്കി ഒരുപക്ഷെ വിജയ്ക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയേക്കും. അപ്പോഴും ഈ പറയുന്ന അറ്റം പറ്റിയ നമ്പർ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു.